മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മുടെ സ്പിരിച്വൽ റാങ്ക്, ആത്മീയമായിട്ടുള്ള റാങ്കിൽ വളരുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ച്. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 3-4 പോയിൻ്റുകൾ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കോളിങ്ങിനെ കുറിച്ച് ദൈവം മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്, നിങ്ങൾക്കൊരു സ്പിരിച്വൽ മാൻറ്റിൽ ദൈവം തരുന്നു. പിന്നെ ഗിഫ്റ്റ് ഓഫീസുകളിലുള്ള, ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയിലുള്ള ഓഫീസുകളിലുള്ള ഗിഫ്റ്റുകൾ ദൈവം ഏൽപ്പിക്കുന്നതായിട്ട് പറഞ്ഞു. 4-മത്, നിങ്ങളുടെ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം നിർത്തിയത്. എന്നാൽ ഈ എപ്പിസോഡിലൂടെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. യുവർ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലുള്ള നമ്മുടെ പർപ്പസും ഡെസ്റ്റിനിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ടാണ്. എന്നാൽ അതൊരു സ്പിരിച്വൽ കിങ്ഡം ആയിരുന്നു ദൈവം ആഗ്രഹിച്ചത്. യേശുക്രിസ്തു സ്ഥാപിച്ചിട്ട് പോയി. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അത് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഈ ലോകം പിശാചിൻ്റെ കീഴിൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ നെഗറ്റീവ്സും ഒരുപാട് ഈ ലോകത്തിൽ വന്നു കയറി കിടക്കുന്നത്. നമുക്കറിയാം. അവിടെ നമ്മുടെ പർപ്പസ് വെളിവാകുകയും ഈ കിങ്ഡം ഓഫ് ഗോഡിലെ നമ്മുടെ പർപ്പസും ഡെസ്റ്റിനിയും വെളിവാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റിൽ, ഈ സമയത്തുള്ള ഉദ്ദേശം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഒരുപാട് ഈ ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. നമ്മൾ അന്നേരം സംസാരിച്ച ചില കാര്യങ്ങളെന്ന് പറയുന്ന ഒന്ന്, അൺക്ലീൻ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫോളൻ ഏഞ്ചൽസ്, അതിൽ ഈ ഫോളൻ ഏഞ്ചൽസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം തന്നെ നമ്മുടെ സ്പിരിച്വൽ റാങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ നടപ്പാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ റാങ്ക് ആവശ്യമാണ്. ഈ സ്പിരിച്വൽ റൂളിനകത്ത് നമുക്കൊരു യുദ്ധമുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. നമുക്കിപ്പോൾ ഒരു യുദ്ധമുണ്ട്. അതിനകത്ത് നമുക്ക് ചില ഡെലിഗേറ്റഡ് അതോറിറ്റി ദൈവം തന്നിട്ടുണ്ട്. ഈ അതോറിറ്റി വെച്ചേ നമുക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ അതോറിറ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അതിന് ചില സ്പിരിച്വൽ ലോസ് ഉണ്ട്. ഈ സ്പിരിച്വൽ ലോസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. എന്നിട്ട് ഇവരെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്പിരിച്വൽ വെപ്പൺസ്, സ്പെഷ്യൽ വെപ്പൺസ് തന്നിട്ടുണ്ട്. സർവായുധ വർഗം, എഫേസ്യർ 6-ാം അധ്യായത്തിൽ നിന്ന് അതെല്ലാം നമ്മൾ പഠിച്ചാണ്. സർവായുധ വർഗം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർവായുധ വർഗം എടുക്കുമ്പോഴും നമ്മൾ ഈ സ്പിരിച്വൽ റൂള് വയലേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യുന്നത് നമ്മൾ ഈ ഫോളൻ ഏഞ്ചൽസിനെ, അതിനെ ഓവർ റൂൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ കൂടിയാണ്. അതായത് ഈ ഫോളൻ ഏഞ്ചൽസിനും അറിയാം, നമ്മളെ കാണുമ്പോഴേ നിങ്ങളുടെ റാങ്ക് എന്താണെന്നറിയാം. കാരണം ഈ കിങ്ഡത്തിൽ റാങ്ക് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇന്ത്യ സ്റ്റേറ്റിൽ തന്നെ, ഇന്ത്യക്ക് തന്നെ ഒരു രാഷ്ട്രമാണ്. അതിന് സ്റ്റേറ്റുകളുണ്ട്, ഡിസ്ട്രിക്റ്റുകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, വില്ലേജുകളുണ്ട്, കമ്മ്യൂണിറ്റിയുണ്ട്, ഫാമിലിയുണ്ട്. അതായത് ഈ ഫാമിലിയിൽ ഇൻഡിവിജ്വൽസ്. ഇങ്ങനെ ഈ ഇൻഡിവിജ്വൽസ്, ഫാമിലി, കമ്മ്യൂണിറ്റി, വില്ലേജ്, പഞ്ചായത്ത്, ഇങ്ങനെ ഹയർ ലെവലിൽ പോകുന്ന പോലെ ഭൂമിയിലും ഇതുപോലെ നമ്മൾ ഈ എർത്തിലും, എന്ന് വെച്ചാൽ നമ്മൾ വസിക്കുന്ന ഈ എർത്തിലെ ഓഷ്യനുണ്ട്, എർത്തുണ്ട്, എയറുണ്ട്. ഇവിടെ എല്ലാം തന്നെ സൈറ്റാനിക് കിങ്ഡം ഉണ്ട്. അത് ഈ സൈറ്റാൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ പർപ്പസിലും ഡെസ്റ്റിനിയിലും നമ്മൾ നിൽക്കുമ്പോഴാണ്. നമ്മൾ ഡെസ്റ്റിനിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ പർപ്പസിലാകുമ്പോൾ, അവിടെ ഈ സൈറ്റാൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങും. ഡീമൺസ് താഴത്തെ ലെവലിലാണ്, ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ നെഫ്ലിംസ്, ജയൻസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുണ്ട്. അത് നെഫ്ലിംസ്, ജയൻസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ കുറച്ചും കൂടെ പവർഫുള്ളാണ്.
അത് വെള്ളത്തിൽ നിന്ന് വരുന്നതിന് മറൈൻ സ്പിരിറ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട് ഫോളൻ ഏഞ്ചൽസ്, ഇംപ്രഗ്നേറ്റഡ് ഇൻ വുമൺ, കാമിയോൺസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഫോളൻ ഏഞ്ചൽസ് മിക്സ്ഡ് വിത്ത് അനിമൽസ് ഉണ്ട്, പൈത്തൺസ്, സർപ്പൻറ്റൈൻ സ്പിരിറ്റുകളും എല്ലാം നമ്മളിതെല്ലാം നേരത്തെ പറഞ്ഞു. ഇതിനെല്ലാം നമുക്ക് ഈ അൺക്ലീൻ സ്പിരിറ്റിനെ എല്ലാം നമുക്ക് ചവിട്ടി മെതിക്കാനുള്ള അധികാരവും നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ അതോറിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ അനോയിൻറ്റിങ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ ഡെവിളിഷായിട്ടുള്ള വോൾട്ടേഴ്സ് ഉണ്ട്, അതിനെ തകർക്കണം. ഫോളൻ ഏഞ്ചൽസൊക്കെ ഡിഫറെൻ്റ് ആണ്, അവരെ നമ്മൾ മനസ്സിലാക്കണം. അവർ പെർമനൻ്റായിട്ട് നിൽക്കുന്നവരല്ല, അല്ലാത്തവരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബോഡിയിലുള്ളതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ചില ഫോളൻ ഏഞ്ചൽസ് സ്പിരിച്വലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ചില ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ലാസ്റ്റ് ഡേയ്സിലുള്ള. നോഹയുടെ കാലം പോലെ തന്നെ ഇപ്പോഴും ഒരു ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ് ഒരു ആർമി തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡെവിളിഷായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ ഒരുപാട് കൂടിയിരിക്കുന്നത്. സൈറ്റാനിക്കായിട്ടുള്ള ഭരണം അല്ല, വർഷിപ്പ് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ്, പിശാചിൻ്റെ ആക്ടിവിറ്റീസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഭയങ്കര പൈശാചി അറ്റാക്കിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ഒരു ഫാമിലിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴേ വലിയൊരു അറ്റാക്ക്. ദാറ്റ് വാസ് എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്കൂറോളം ഞാൻ ആ അറ്റാക്കിൽ കൂടി കടന്നുപോയി. കാരണം എനിക്ക് ആ ഒരു റാങ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് അതെന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അത് ദൈവം അതിലെ വിടുതൽ തന്നു, ജയിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഈ എൻഡ് ടൈമിലെ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ ആർമിയെ അല്ലെങ്കിൽ ഈ സമയത്തുള്ള എല്ലാ സ്പിരിറ്റിനെയും നേരിടാനായിട്ടുള്ള സ്പിരിച്വൽ കപ്പാസിറ്റി നമുക്ക് വേണം. അത് നമ്മുടെ ഡെസ്റ്റിനി മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാകുക. അത് മാത്രമല്ല, ഈ ആത്മാക്കൾക്ക് നമ്മളെ കണ്ടാൽ അറിയാം, ഈ ഡീമൺസിനെ, ഈവിൾ സ്പിരിറ്റിനെ. കാരണം ഒരു വാക്യം ഞാൻ വായിക്കാം, 2 Corinthians 3:18 മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ അനുരൂപരായി തീരുക, അതേ പ്രതിമയായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം. ദൈവം നമ്മിലൊരു പ്രവൃത്തി ചെയ്തു, എന്നാൽ അതിൻ്റെ ഫൈനൽ എൻ പ്രോഡക്റ്റ്, ഏറ്റവും അവസാനമുള്ള എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രതിമയാണ്. യേശുക്രിസ്തുവിനെ പോലെ ആകുക, ഇമേജ് ആകുക. 1 degree ഓഫ് ഗ്ലോറി ടു അതർ ഡിഗ്രി. ആ പൂർണ്ണതയാവുന്ന എപ്പോഴാണ്? 1 യോഹന്നാൻ 3 പറയുന്ന പോലെ അവൻ്റെ പ്രത്യക്ഷതയിൽ നാം അവനെ പോലെ ഇരിക്കും. ഈവൻ അല്ലെങ്കിൽ കൂടി തന്നെ ആ സമയത്ത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അവനെ പോലെ ഇരിക്കും. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ, ഈ ഒരു ഡെസ്റ്റിനിയിൽ അല്ലെങ്കിൽ അത് ഈ പർപ്പസിൽ ജീവിക്കുമ്പോഴേ നമ്മൾ പ്രോഗ്രസീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. ഗ്ലോറിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. പെട്ടെന്നല്ല ഗ്ലോറി വരുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ് ഇൻ ഡിഫറെൻറ്റ് സീസൺ. പല സീസണുകളിൽ ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടിയാണ് കടന്നു വരുന്നത്. ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഒരു മുട്ടയിട്ട് കഴിഞ്ഞ് അത് കാറ്റർപില്ലർ ആവും, അത് ലാർവ സ്റ്റേജിലാവും, യങ്ങാണ്, പിന്നെ മെച്യൂർഡ് ആവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് തിന്ന് ഒരു പ്യൂപ്പ ഫോമിലാവും. പ്യൂപ്പയ്ക്ക് 2-3 സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞൊരു ബട്ടർഫ്ലൈ ആയിട്ട് അത് രൂപാന്തരപ്പെടുകയാണ്. ബട്ടർഫ്ലൈ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേയിൽ അത് ഫൈറ്റ് ചെയ്യാണ്. എന്തിനാണ്? ആ പ്യൂപ്പയിൽ നിന്ന് പുറത്ത് വരാൻ, യങ്ങാണ്. പിന്നെ അത് 1 ദിവസം 2 ദിവസമൊക്കെ, 1 ദിവസമൊക്കെയാണ് അതിൻ്റെ ആയുസ് എന്നാണ് പറയുന്നത്. അത് ഈ യങ്ങായിട്ടത് പുറത്ത് വന്നു കഴിയുമ്പോൾ 1 ദിവസം കൊണ്ട് മെച്യൂറായി. പിന്നെ അതിൻ്റെ ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യണം. എന്താണ്? ഒരു 500-1000 മുട്ടയൊക്കെ പലയിടത്തായിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഡെസ്റ്റിനി അന്ന് ഈവനിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ അത് ചത്തുപോകുന്ന ഒരനുഭവം. അത് അനേകം ബട്ടർഫ്ലൈകളെ റേസ് ചെയ്യത്തക്ക രീതിയിലാകുന്ന ഒരു തിങ്കിങ്. അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒരേ ഗ്ലോറിയിലല്ല ഇരിക്കുന്നത്. ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോഴും ദൈവവചനപ്രകാരം ഡെവലപ്പ് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും ദൈവം കൊടുക്കുന്ന വരവും കൃപകളും അനുസരിച്ച് അവൻ്റെ മഹത്വം കൂടിയും കുറഞ്ഞും ഇരിക്കും.
ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും ഒരേ ഗ്ലോറിയിലല്ല. ഒരാൾക്ക് മഹത്വം കൂടിയിരിക്കാം, ഒരാൾക്ക് മഹത്വം കുറഞ്ഞിരിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തോട് സെപ്പറേറ്റ് ചെയ്യുകയും അവർ ദൈവത്തിൻ്റെ ഓഫീസിൽ ഉള്ള ഗിഫ്റ്റുകൾ അവർക്ക് കിട്ടുകയും അതനുസരിച്ച് ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് ദൈവവചനപ്രകാരം വളരുകയും ചെയ്യുമ്പോഴേ ഈ മഹത്വം അവരിൽ കൂടിയിരിക്കും. അതാണ് 1 degree ഓഫ് ഗ്ലോറി ടു അതർ എന്ന് പറയുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം. ഇതിന് ആണ് ഒരു രീതിയിൽ പറഞ്ഞാൽ സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ വേൾഡിനും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു കാര്യമല്ല, സ്പിരിച്വൽ പ്രിൻസിപ്പിൾ വെച്ചാണ്. നമുക്കറിയാം 1 Corinthians 15 ആത്മീയ ശരീരത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അത് മഹത്വത്തിൻ്റെ തേജസ്സിന് വ്യത്യാസം. ഇത് ഓരോ അതിനകത്ത് പറയുന്നുണ്ട്, ഓരോ നക്ഷത്രങ്ങളുടെ തേജസ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അകത്തെ മനുഷ്യനിലാണ് നമ്മുടെ തേജസ് ഇരിക്കുന്നത്. ഈ ദൂതന്മാരുടെ ഇടയിൽ വ്യത്യാസം ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു. അതുപോലെ ഈ സ്പിരിച്വൽ റലത്തിലും ഈ സ്പിരിച്വൽ റാങ്കിങ്ങിലും സ്പിരിച്വൽ ആക്സസിലും എല്ലാം തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. ഒരാൾക്ക് ഓടിപ്പോയി അങ്ങ് സ്പിരിച്വൽ ആക്സസിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല. ഒരു ദിവസം അങ്ങോട്ട് ഇരിക്കുമ്പം തന്നെ ഒരു സ്പിരിച്വൽ റാങ്ക് ഹൈ റാങ്കിലാകാനൊന്നും പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ റാങ്ക് ഇൻക്രീസ് ചെയ്ത് നമ്മളെ ടെസ്റ്റിൽ കൂടിയും ടെംപ്റ്റേഷനിൽ കൂടിയും നടത്തി വിട്ടാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്. അങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ റാങ്കിങ് കൂടുന്നതെന്ന് പറഞ്ഞു. അത് ഇത് അന്യോന്യം ഈ സ്പിരിച്വൽ ലെവലിൽ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ലോയാണ്. സൈറ്റനും അതുപോലെ ഏഞ്ചൽസും ദൈവവും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലോയാണ്. ഇത് മനുഷ്യനും ഉള്ളതാണ്. യൂദയുടെ ലേഖനം 9-ാം അധ്യായം, യൂദയുടെ പുസ്തകം 9-ാം വാക്യത്തിലെ മൈക്കിളും ലൂസിഫറുമായിട്ടൊരു തർക്കം നടക്കുന്ന കാര്യം അറിയാം. എന്തിനാണ്? മോശയുടെ ശരീരത്തിന് വേണ്ടി. എന്നാൽ നമുക്കറിയാം മൈക്കിൾ പറഞ്ഞത് ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ ശരീരത്തിന് വേണ്ടി നടത്തിയപ്പോൾ ഒരു സ്പിരിച്വൽ കിങ്ഡത്തിൽ ഒരു പരസ്പര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കാരണം ലൂസിഫർ ഹയസ്റ്റ് റാങ്കിലെ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കരൂപായിരുന്നു. അന്നേരം അവന് വലിയ പവറായിരുന്നു. അതുകൊണ്ടാണ് മൈക്കിളിന് സാത്താനെ അവിടെ ബന്ധിക്കാനുള്ള അധികാരമില്ല. ആ സമയത്ത് ബന്ധിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് മൈക്കിൾ പറഞ്ഞത് കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ഈ മൈക്കിളിന് അധികാരം കിട്ടുകയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഭൂമിയിലേക്ക് കാസ്റ്റ് ഡൗൺ ചെയ്ത് അവനെ ബന്ധിക്കുന്നില്ല. റെവലേഷൻസ് 20, വെളിപ്പാട് പുസ്തകം 20-1, 2, 3 അവനെ ബന്ധിക്കുന്നതായിട്ട് കാണും. ഒരു സ്പെഷ്യൽ അതോറിറ്റി ടു ആൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലിന് ഒരു പ്രത്യേക അതോറിറ്റി കൊടുക്കുന്നു. അവൻ മൈക്കിളല്ല, 1000 വർഷത്തേക്ക് ഈ പിശാചിനെ ബന്ധിക്കുന്നത് നമുക്ക് കാണാം. കയ്യിലൊരു താക്കോലും ചങ്ങലയും കൊടുക്കുന്നു. ഇത് ദൂതൻ്റെ അസൈൻമെൻ്റ് ആണ്. അതിനുവേണ്ടി ചിലപ്പോൾ അവരെ സൃഷ്ടിക്കപ്പെട്ടതാകാം. ഓക്കെ, ഓരോ ദൂതന്മാരും ഒരു ടൈം അസൈൻമെൻറ്റിലാണ് ഉള്ളത് ഒരുക്കുന്നത്. ചിലപ്പോൾ ചില പുതിയ ദൂതന്മാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് പോലും ചില അസൈൻമെൻറ്റിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇറ്റ് ഈസ് എ വെരി റിയൽ തിങ്. അതുകൊണ്ട് സ്പിരിച്വൽ ലോസ് ആര് വയലേറ്റ് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ സാത്താന് ആ കോൺസിക്വൻസ് കൊണ്ടുവരാം, നമ്മൾ അറിയാതെ ചെയ്യുന്നു പോയ കാര്യങ്ങൾക്ക് പോലും. കാരണം നമ്മളത് വയലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചില അറിവുകൾ വേണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവദൂതന്മാർക്ക് പോലും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവരും ഈ സ്പിരിച്വൽ ലോയുടെ കീഴിലാണ് നമ്മൾ മറന്നു പോരുന്നത്. ഞാൻ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഇതിനകത്ത് ജനറൽ കീസ് ഫോർ ഇൻക്രീസിങ് സ്പിരിച്വൽ റാങ്കിങ്, ഈ സ്പിരിച്വൽ റാങ്കിങ്ങിൻ്റെ ഇൻക്രീസ് ചെയ്യാനുള്ള ചില കീസിനെ കുറിച്ചുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഡെലിവറൻസ് മേഖലയായാലും പ്രൊഫറ്റിക് മേഖലയായാലും വ്യത്യാസമായിട്ടുള്ള പവറാണ് ആവശ്യമായിട്ടുള്ളത്. ചിലർ പവർ ഓൺലി പ്രൊഫറ്റ്സി ദേ വിൽ സേ, ഡെലിവറൻസ് ഇല്ല. ചിലർ പ്രൊഫസി ചെയ്യും, ഡെലിവറൻസ് ചെയ്യും, രണ്ടും ചെയ്യുന്നവരുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു സ്പിരിച്വൽ റാങ്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ഇൻക്രീസിങ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് ഈ വെളിപ്പാട്, ഈ ആത്മാവിൻ്റെ റെവലേഷണൽ നോളജ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പെട്ട പരിജ്ഞാനം നമുക്ക് കൂട്ടണം.
ഇത് ബുദ്ധിയുടെ തലങ്ങളിലാണെങ്കിലും ദൈവാത്മാവ് കൊണ്ട് നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന അറിവാണ്. യേശു ദൈവപുത്രനാണ്, ക്രിസ്തുവാണ് എന്ന അറിവ് ആത്മാവിലാണ് നൽകുന്നത്. രണ്ട് രീതിയിലാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, അഭിഷേകം നൽകി നമ്മുടെ ആത്മാവിനെ ടീച്ച് ചെയ്യുന്നു. അഭിഷേകം നൽകി നമ്മുടെ ആത്മാവിനെ ടീച്ച് ചെയ്യുന്നു. 1 യോഹന്നാൻ 2:27 അഭിഷേകത്താൽ സകലതും നിങ്ങൾക്ക് അറിവായി വരുന്നു എന്ന് പറയുന്നുണ്ട്. ത്രൂ അനോയിൻറ്റിങ് യു നോ എവരിത്തിങ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്, അഭിഷക്തന്മാരിലൂടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കും. നമുക്കറിയാം എഫേസ്യർ 4 5 ഓഫീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമുക്ക് പ്രവാചകന്മാരായാലും അപ്പോസ്തലന്മാരായാലും ഇടയന്മാരായാലും ടീച്ച് ചെയ്യുന്നവരായാലും സുവിശേഷന്മാരായാലും ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിഷക്തന്മാർ കൂടി ദൈവം നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ അതെന്തിനാണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധരെ പരിപൂർണരാക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അന്നേരം എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനകത്തും ഉള്ളൊരു കാര്യം, നമ്മളെ ഒരു ലെവലിലേക്ക് പണിത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ പണിത് നമ്മളെ ഉയർത്താനായിട്ടാണ്. ചിലപ്പോൾ അത് ദർശനങ്ങളായിട്ടോ സ്വപ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ വെളിപ്പാടുകളായിട്ടോ ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണും. ഒരു പുതിയ അറിവായിട്ട് നമ്മുടെ ജീവിതങ്ങൾ വരുന്നതായിട്ട് കാണാം. ഈ റെവലേഷൻ നോളജ് ഇൻക്രീസ് ചെയ്യുവാനായിട്ട് ദൈവവചനം ഏറ്റവും പ്രാധാന്യമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്, എന്നാലും പറയുകയാണ് ദൈവവചനം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് ഈ ദൈവവചനം എന്ന് പറയുന്ന ലൈറ്റാണ്. ഈ ലൈറ്റ് വന്ന് സ്പാർക്ക് ചെയ്ത് ഒരു തിരി പോലെ അത് കത്തി നമ്മുടെ ഉള്ളിലെ ഒരു ഫയറായി മാറി അത് നമ്മളെ റിവീൽ ചെയ്യും. ഒരു റെവലേഷൻ നമുക്ക് തരികയാണ്. ഒരു വചനത്തിൽ തന്നെ ഒരുപാട് മർമ്മങ്ങളുണ്ട്. നമ്മൾ എത്ര കമൻട്രി വായിച്ചാലും ആ മർമ്മങ്ങൾ പൂർണ്ണമാണോന്നില്ല. നിങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു പർപ്പസ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള പർപ്പസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പുതിയ റെവലേഷൻ വരുന്നത്. അതൊരു ഫയറായിട്ട് അത് വരും. അത് നിങ്ങളുടെ ശുശ്രൂഷയെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച അസൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡൂ ദ അസൈൻമെൻറ്റ്സ് ഓഫ് ദ ഫാദർ. പിതാവ് ഉന്നയിച്ച അസൈൻമെൻറ്റിലേക്ക് നമ്മൾ വരണം. ചെറിയ പ്രവൃത്തികളാൽ തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവരും സുവിശേഷം അറിയിക്കുകയല്ല. ചിലർ തൂക്കുന്ന പണിയാവാം, ചിലർ മെഡിക്കൽ പ്രൊഫഷനായി. എന്തായാലും ദൈവം തന്നിരിക്കുന്ന അസൈൻമെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ പറഞ്ഞ, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 12:46 പറയുന്ന ഇതാണ്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, എൻ്റെ ഇഷ്ടം ചെയ്യുന്ന, പിതാവിൻ്റെ ഉദ്ദേശം ചെയ്യുന്ന, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അപ്പന്മാരല്ല എൻ്റെ അമ്മയും സഹോദരന്മാരും. അതിൻ്റെ പിതാവിൻ്റെ ഉദ്ദേശം ആരാണ് ചെയ്യുന്നത്? അവരാണ് എൻ്റെ സഹോദരന്മാർ. ചിലപ്പോൾ ആളുകൾ ഫൈനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അതായിരിക്കും ദൈവം അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലപ്പം പോകുന്നതായിരിക്കാം, ചിലപ്പോൾ അയക്കുന്നതായിരിക്കാം. ഇതെന്ത് വേണമെങ്കിലും ആകാം നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് അത് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ 100 മടങ്ങ് തിരിച്ച് കിട്ടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് 100 മടങ്ങ് കിട്ടണം എന്ന് പറഞ്ഞുള്ളൊരു സപ്പോർട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പണത്തിൻ്റെ ലെസ്റ്റിംഗ് നേച്ചറാണ്. അതല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ടൈത്ത് ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിലായാലും അത് സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. ശരിക്കും ഈ പറഞ്ഞാൽ മണി എന്ന് പറയുന്നത്, ഈ പണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തപ്പം പറയുന്നത് അതിനകത്ത് സ്പിരിറ്റ് ഓഫ് മാമോനുണ്ട്. ഒരു സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറഞ്ഞൊരു പിശാചാണ്. ഈ ഫൈനാൻഷ്യൽ സിസ്റ്റമൊക്കെ നിങ്ങൾ എന്നോട് വെറുത്താലും ഇഷ്ടപ്പെട്ടാലും ഒക്കെ ഞാൻ പറയാണ്, ഫൈനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ വേൾഡ് ഈസ് കൺട്രോൾഡ് ബൈ സൈറ്റൻ. യേശുവിൻ്റെ കയ്യിൽ ഒരു പണവും ഇല്ലായിരുന്നു. യേശുവിന് ടാക്സ് കൊടുക്കാൻ തന്നെ ഒരു മീനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സൈറ്റൻ സെഡ്യൂസിങ് നേച്ചറാണ്. അതിനാലാണ് എല്ലാം, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ എവറിത്തിങ് യു സബ്മിറ്റ്, എല്ലാം ദൈവത്തിന് കൊടുക്കുക. നിങ്ങളുടെ പണം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക. ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്ന കാര്യം ദൈവത്തിന് കൊടുക്കുമ്പം അത് പ്യൂരിഫൈ ചെയ്യപ്പെടും. ഹല്ലേലൂയ. അത് പ്യൂരിഫൈ ചെയ്യപ്പെടും, അത് ശുദ്ധീകരിക്കപ്പെടും. അത് ശുദ്ധീകരിച്ച് തിരിച്ച് പണം കിട്ടുന്നത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് റിട്ടേൺ കിട്ടുകയും, അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടുകയും, സ്പെൻഡ് ചെയ്യുന്ന പ്രോഫിറ്റബിൾ ആവുകയും ഒക്കെ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കൊടുത്ത് ശുദ്ധീകരിച്ച് തിരിച്ചു വാങ്ങുന്നതാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലെസ്റ്റ് ഓഫ് ഐസ്, പ്രൈഡ് ഓഫ് ലൈഫ്, ലെസ്റ്റ് ഓഫ് ഫ്ലഷ്. ഇതെല്ലാം സെഡ്യൂസിങ് ആണ്.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സൗന്ദര്യം ഒരു സെഡ്യൂസിങ് ആണ്. സഹോദരിമാരെന്നോട് പൊറുക്കണം, സ്ത്രീകളെ സംബന്ധിച്ച് സൗന്ദര്യം ഒരു സെഡ്യൂസിങ് ആണ്. അത് കാരണം എന്താണ്? അതിനാൽ സെക്ച്വൽ ഇമ്മൊറാലിറ്റി കൂടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവിക പ്രവൃത്തിയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. ദൈവം അയച്ചിരിക്കുന്ന എന്നെ അയച്ച പർപ്പസ് എന്താണ് അത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് കീ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളത്, ദൈവം അയച്ചവൻ്റെ ഇഷ്ടം അന്വേഷിച്ചത് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കീയുടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. കർത്താവ്, ദിസ് ഈസ് അൾട്ടിമേറ്റ് കീ. വി ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ക്യാരക്ടർ ഓഫ് ജീസസ്. യേശുവിൻ്റെ ക്യാരക്ടറെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബൈബിളിലെ അവസാനം ശത്രുക്കളെ സ്നേഹിക്കുകയും ശത്രുക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത യേശു, അവൻ്റെ ആത്മാവിലുള്ള എളിമ, അവൻ അനുദപിക്കുന്നതിലുള്ള തിടുക്കം, ശാന്ത സ്വഭാവം, നീതിക്ക് വേണ്ടിയുള്ള ദാഹം, കരുണയുള്ള ഹൃദയം, ക്ലീൻ ഹാർട്ട്, നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ആ ഒരു താല്പര്യം, ഇതെല്ലാം തെളിവായി വരുന്ന എവിടെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങളിലാണ്. ഗലാത്യർ 5:22 ആത്മാവിൻ്റെ 9 ഫലം, 1 ഫ്രൂട്ടിൽ 9 അല്ലിയായിട്ടിരിക്കുന്നു. 3 ടുവേഴ്സ് ഗോഡ്, സ്നേഹം, സന്തോഷം, സമാധാനം. പിന്നെ അടുത്ത 3 ടുവേഴ്സ് നെയ്ബർ, ടുവേഴ്സ് യു, ടുവേഴ്സ് നെയ്ബർ ആൻഡ് ടുവേഴ്സ് ഗോഡ്. ഇങ്ങനെ 9 അതിനകത്തുള്ളത്. 3 നിങ്ങൾക്ക് ആവശ്യം, 3 നിങ്ങളുടെ സഹോദരവർഗത്തിന് ആവശ്യം, 3 നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് ആവശ്യം. ഇങ്ങനെയുള്ള 9 ക്യാരക്ടേഴ്സ് നമ്മൾ കൂടെ വരിക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇങ്ങനെ വരുന്ന ഒരു യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക്, അവൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴേ അവൻ്റെ മഹത്വം നിങ്ങളിലിരിക്കും. അവൻ്റെ മഹത്വം നിങ്ങളിലിരിക്കുമ്പോഴേ പിശാചിനെ കാണുമ്പോഴേ മനസ്സിലാവും അവനോട് കളിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ചെറിയ ഡീമനാണെങ്കിൽ ഫോൾൻ ഏഞ്ചൽസിലൂടെ പറയും. ഫോൾൻ ഏഞ്ചൽസ് പറ്റില്ലെങ്കിൽ അത് പ്രിൻസിപ്പാലിറ്റിയോടെ പറയും. പ്രിൻസിപ്പാലിറ്റി ഇറങ്ങി വരേണ്ടി വരും. പ്രിൻസിപ്പാലിറ്റിയെ തടഞ്ഞു നിർത്തിയ ആരായിരുന്നു? ആർക്കേഞ്ചൽസ്. അവർ വരേണ്ടി വരും സഹായിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്പിരിച്വൽ റാങ്കിലെ ദൈവം നമ്മളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുമ്പോഴേ ഈ സ്പിരിച്വൽ റാങ്കിൽ നമ്മൾ വളരണം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. ഈ ആത്മീയമായിട്ടുള്ള വലിയ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് വരണം. നിങ്ങൾ സ്പിരിച്വൽ റാങ്കിൽ വളർന്നുകൊണ്ട് ദൈവത്തിൻ്റെ പർപ്പസ് ഈ ലോകത്തിൽ ചെയ്യുന്നവരായിരിക്കണം. എന്താണ് ദൈവത്തിൻ്റെ പർപ്പസ് ചെയ്യുമ്പോൾ? അവിടെയെല്ലാം പിശാചിൻ്റെ അറ്റാക്ക് ഉണ്ടാവും. ഈ പിശാചിൻ്റെ അറ്റാക്കിനെ ജയിക്കാനുള്ള കൃപ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ റാങ്കിൽ നമ്മൾ വളരുവാൻ വലിയൊരു ദാഹം നമ്മുടെ ഉണ്ടാവട്ടെ. കർത്താവായ ദൈവമേ, ഇത് കാണുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 എപ്പിസോഡിലായിട്ട് കർത്താവെ സ്പിരിച്വൽ റാങ്കിങ്ങെ വളർത്തുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവെ, നീയാണ് ഞങ്ങളത് വളർത്തേണ്ടത്. ഞങ്ങളെ പല രീതിയിലെ ടെസ്റ്റിൽ കൂടിയും ടെംപ്ടേഷനിൽ കൂടിയൊക്കെ കടത്തി വിടുമ്പോഴേ അതിലെല്ലാം ജയിച്ച് നിൻ്റെ കൃപയിൽ വളരുവാൻ കർത്താവെ, നിൻ്റെ അനോയിൻറ്റിങ് വന്നുകൊണ്ട് കർത്താവെ ആ മാൻറ്റിൽ ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാൻ, ഞങ്ങൾ ആ സ്പിരിച്വൽ റാങ്കിൽ വളരുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അൾട്ടിമേറ്റ് പർപ്പസ് കർത്താവിനെ പോലെ 2 രൂപരായി അവൻ്റെ ക്യാരക്ടർ ഞങ്ങൾ കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്. അതാണ് ഒരു ക്രിസ്തീയ മഹത്വം, ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. അത് ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടി പുറത്തു വരുവാൻ ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല രീതിയിൽ ഞെരുങ്ങിയിരിക്കുന്ന ഒരുപാട് പേര് എന്നെ ശ്രദ്ധിക്കുന്നു. ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞെരുക്കത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിശാലത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയം നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ ദൈവഹിതപ്രകാരം അതിനൊരു ഉത്തരം ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സ്ഥലം വിൽക്കുന്ന, ചില പ്രയാസങ്ങളിൽ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ സ്ഥല വിൽപ്പനകൾ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് മാറി നിങ്ങളുടെ സ്ഥലക്കച്ചവടം നടക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചില കർത്താവെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ചില ഗ്യാപ്പുകളെ ഇന്ന് ദൈവകൃപയാലെ അത് ഒന്നിച്ചു വരികയാണ്. ഹല്ലേലൂയ. അത് മാറിയിരിക്കണം, ഡൈവേഴ്സ് ആവണമെന്ന് പറഞ്ഞവരെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് വന്ന്
പ്രാർത്ഥിക്കുകയും അനുകൂലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരുമിച്ചുള്ള ഒരു അനുഭവം തരികയാണ്. ഹല്ലേലൂയ. ഫൈനാൻഷ്യലായിട്ടുള്ള ഡെലിവറൻസിന് വേണ്ടി ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഫൈനാൻസായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് വീട് പണിയൊക്കെ നിന്നിരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴിയിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന ലോണുകളെ, ബാങ്കിൽ നിന്നുള്ള തുകയൊക്കെ ഈ ദിവസങ്ങളിൽ വന്നു ചേരുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ കൂടുതലും ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. നമുക്കിതൊക്കെ ഈ അറിവുകളൊക്കെ നമ്മളെ സ്വതന്ത്രരാക്കും, കർത്താവിൽ വളരുവാനായിട്ട് സഹായിക്കും. നിങ്ങൾ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുത്താൽ അവർക്ക് ഇതെല്ലാം ജീവിതത്തിൽ പ്രയോജനമായി തീരും. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.